ഇന്ന് കളിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഹോക്കിയിൽ നമ്മൾ എവിടെയാണ് നിൽക്കാന്നുള്ളത്, ഇല്ലേ? ഇല്ലേ? നിങ്ങൾ കളിച്ചവർക്കെല്ലാം മനസ്സിലായില്ലേ? കാരണം ഫസ്റ്റത്തെ ക്വാർട്ടറൊക്കെ, രണ്ടാമത്തെ ക്വാർട്ടർ കുറച്ച് തളർന്നു തുടങ്ങി, മൂന്നാമത്തെ ക്വാർട്ടർ ആയപ്പോഴത്തേക്കും ഗ്യാസ് മൊത്തം തീർന്നു, നാലാമത്തെ ക്വാർട്ടറിൽ അല്ലേ? ഈ ഫിറ്റ്നസ് വെച്ചിട്ട് നമ്മൾ നാഷണൽസ് കളിക്കാൻ പോയാൽ നമ്മുടെ അവസ്ഥ എന്താവും? നമ്മളെപ്പോഴും ട്രെയിനിങ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ടൂർണമെൻറ്റിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി വിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മെഡൽ വേണം. പക്ഷേ ഇത് കഴിഞ്ഞ് കേരള ടീമിന് വേണ്ടി പുറത്ത് കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താവും? ആ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫിറ്റ്നസ് എനിക്കുണ്ടോ, എൻ്റെ ബേസിക്സ് കറക്റ്റാണോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചോദിച്ചാൽ മതി. ഫിറ്റ്നസ് ചെയ്യാൻ ടർഫിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. റോഡിൽ ഓടാം. എൻ്റെ വീടിനടുത്ത് ടർഫില്ല, നമുക്ക് റോഡിലോടാൻ പാടില്ലേ? ഇല്ലേ? റോഡിലോടാം. ജിം ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ജിം ചെയ്യാം. അതിന് ടർഫോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കോച്ചിൻ്റെ ആവശ്യമില്ല. ഈ രണ്ട് കാര്യങ്ങളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കളി പകുതിയിൽ കൂടുതൽ നമ്മൾ വിൻ ചെയ്യും. നിങ്ങൾ ഇന്നുപോലെ ആരെങ്കിലും ഒറ്റ കാര്യമുള്ളൂ, 5 കിലോമീറ്റർ നിങ്ങൾ ടാർഗറ്റ് വയ്ക്കുക. ഓക്കെ, 5 കിലോമീറ്റർ ഓടുക. ഈ 5 കിലോമീറ്റർ ഓടുമ്പോൾ ഓരോ കിലോമീറ്ററും എത്ര മിനിറ്റ് കൊണ്ടാണ് ഓടുന്നതെന്നുള്ളത് നിങ്ങൾ കൗണ്ട് ചെയ്യുക. കാരണം നല്ലൊരു ഇൻ്റർനാഷണൽ മാച്ചിൽ, അതായത് സീനിയർ ലെവലിൽ കളിക്കുമ്പോഴത്തേക്കും ഒരു പ്ലെയർ ഏകദേശം 35 മിനിറ്റ് അല്ലെങ്കിൽ 37 മിനിറ്റിൽ കവർ ചെയ്യുന്നത് 7 തൊട്ട് 10 കിലോമീറ്ററാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ബേസിക് ഫിറ്റ്നസ് ആ ഒരു ലെവൽ 5 കിലോമീറ്റർ ഓടാനുള്ള കഴിവ് നിങ്ങൾക്ക് എന്തായാലും വേണം. അത് ഒരു മാച്ച് മൊത്തം കളിക്കുമ്പോഴല്ല 5 കിലോമീറ്റർ ഓടേണ്ടത്, ഒരു ഹാഫ് ടൈം കളിക്കുമ്പോഴാണ് നിങ്ങൾ ഈ 5 കിലോമീറ്റർ കവർ ചെയ്യേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കുറവായിരിക്കും അല്ലേ? കുറേ പേരും കൂടുതൽ സമയം കളിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ടാർഗറ്റ് 5 കിലോമീറ്റർ ഓടാനുള്ള ഫിറ്റ്നസ് മിനിമമെങ്കിലും നിങ്ങൾക്ക് വേണം, അതും ഹൈ സ്പീഡിൽ ഓടാനുള്ളത്. അപ്പോൾ ഒരു കിലോമീറ്റർ മിനിമം 4 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റ് താഴെ ഓടാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ബിൽഡപ്പ് ചെയ്യുക. സ്ട്രെങ്ത് നമ്മുടെ ഇന്ത്യൻ ക്യാമ്പിൽ പോയി നിങ്ങൾക്ക് കണ്ടാൽ മതി. ജൂനിയർ പ്ലസ് നിങ്ങളുടെ ഏജിലുള്ളവരൊക്കെ ഏകദേശം 100, 120, 140 സ്ക്വാട്ട്സ് ചെയ്യും. സ്ക്വാട്ട്സ് അറിയില്ലേ? ഏകദേശം ഒരു 70 കിലോളം ബെഞ്ച് പ്രസ് ചെയ്യുക. നമുക്ക് സ്ട്രെങ്ത് വേണം, കാലിന് സ്ട്രെങ്ത് വേണം. നാഷണൽ ടർഫിൽ ഓടാൻ കാലിന് സ്ട്രെങ്ത് വേണം. ഹിറ്റ് അടിക്കുമ്പോൾ കൈക്ക് സ്ട്രെങ്ത് വേണം. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ പറയട്ടെ? ഈ ചക്രത്തിൽ കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ബമ്പി ബോളല്ലേ എപ്പോഴും വരുന്നത് അല്ലേ? ഈ ബമ്പി ബോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്ട്രോ ടർഫിൽ ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല. സോ ബേസിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നത്തെ കളികളിൽ, ഞാൻ ഇന്ന കളി കണ്ടാലും പെൺകുട്ടികളുടെ 2 കളി കണ്ടപ്പോഴും തോന്നിയൊരു കാര്യം, നമുക്ക് ബേസിക്സ് ഇല്ല. നമ്മൾ ബേസിക്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. എല്ലാവരും ഡ്രിബിൾ ചെയ്യുന്നുണ്ട്, 2, 3, 4 പേരൊക്കെ ഡ്രോ ചെയ്യുന്നുണ്ട്. നല്ല സ്കിൽഫുൾ പ്ലേയേഴ്സ്, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഈ സ്കില്ല് നാഷണൽ ലെവലിൽ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ പാസ് ചെയ്യണം. പാസ് ചെയ്യുമ്പോൾ അക്യുറേറ്റ് ആയിട്ട് പാസ് ചെയ്യണം. ഓൺ ദ റൺ ബോൾ റിസീവ് ചെയ്യണം അല്ലേ? പലപ്പോഴും ത്രൂ ബോൾ വരുന്ന ത്രൂ ബോളിൽ പകുതി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ത്രൂ ബോൾ ഇടുവാണെങ്കിൽ ബോളി ബമ്പി ആയിരിക്കും, അല്ലെങ്കിൽ ബോൾ ഡയറക്ഷൻ വേറെ സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. കറക്റ്റ് അക്യൂറേറ്റ് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇല്ലാത്ത എന്ന് നോക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് വെച്ച് എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾ നോക്കാം. മനസ്സിലായോ? പാസ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നാഷണൽസിലേക്ക് നിങ്ങൾക്ക് ഒത്തിരി ബോൾ റൊട്ടേറ്റ് ചെയ്യണം, പാസ് ചെയ്യണം. ലീക്കകത്ത് ചിലപ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. ആ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഗോൾ പോസ്റ്റിന് അകത്തടിക്കാം, സേവ് ആയിക്കോട്ടെ, ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ട് കുഴപ്പമില്ല. പക്ഷേ ഗോൾ പോസ്റ്റിനെ അകത്ത് എങ്ങനെ അടിക്കാം, അത് ഇമ്പോർട്ടൻ്റാണ്. ഗോൾ കീപ്പർ മിസ്റ്റേക്ക് ചെയ്യും ഇല്ലേ? ഗോൾ കീപ്പർ മിസ്റ്റേക്ക് ചെയ്യും. പക്ഷേ ഗോൾ പോസ്റ്റിന് പുറത്തു പോകുകയാണെങ്കിലോ അത് ഓൾറെഡി ഔട്ടാണ്. സോ എപ്പോഴും നിങ്ങൾ ഇന്നുപോലെ ട്രെയിനിങ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രെങ്ത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഹോക്കി കളിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബേസിക്സ് ആണ്. ചക്ക് ഗ്രൗണ്ടിലാണ് ട്രെയിനിങ് ചെയ്യുന്നത് ഒറ്റ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളുടെ പെർഫോമൻസ് താഴത്തേക്ക് കൊണ്ടുവരാൻ നോക്കരുത്. എനിക്ക് ടർഫില്ലാത്തതുകൊണ്ട് ഞാൻ കളിക്കാത്തത്, അങ്ങനെ പറയരുത്. നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇന്നിപ്പം നിയസനം പറഞ്ഞ പോലെ 40 പേരുടെ ലിസ്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് മുതൽ അടുത്ത നാഷണൽസ് വരെയുള്ള ദിവസങ്ങൾ ഒരു എന്താ പറയുന്നത്, ഒരു എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്ന പോലെ ആയിരിക്കണം. രാവിലെയും വൈകിട്ടും പ്രാക്ടീസ്, ബേസിക്സ്, കൂടുതലും ബേസിക്സിലേക്ക് ഫോക്കസ് ചെയ്യും. ബാക്കി ടീം എങ്ങനെ കളിക്കണം എന്നുള്ളത് ടീമിൻ്റെ കോച്ചസും ബാക്കിയെല്ലാം നിങ്ങൾ പഠിപ്പിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങളെ ഈ പ്രായമാണ് കറക്റ്റായിട്ടുള്ള പ്രായം. ഇവിടെ നിന്ന് നിങ്ങൾ ഇന്നേ ചെല്ലുമ്പോൾ, ഈ നാഷണൽസ് ആരൊക്കെ കളിക്കാൻ പോകുന്നുണ്ടോ അവിടെ ചെല്ലുമ്പോൾ ബാക്കി ടീമുകളുടെ കളി കാണാൻ അവസരം കിട്ടുമെങ്കിൽ കാണുക. അവരെങ്ങനെയാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവരെത്രത്തോളം എന്താ പറയുന്നത് ഫിറ്റാണ്, അല്ലെങ്കിൽ അവർ എത്ര സ്ട്രോങ് ആണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം സ്വന്തമായിട്ട് അധ്വാനിക്കുക.
ഓക്കെ, അപ്പോൾ എന്തായാലും വിജയിച്ചവർക്ക് കൺഗ്രാജുലേഷൻ. തോറ്റാൽ എന്തായാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത വർഷം വീണ്ടും ഒരു അവസരം വരുമ്പോൾ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യാം. അല്ലെങ്കിൽ സീനിയറിൽ കളിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടൂർണമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഒരേ ഒരു കാര്യം ഒരു പ്രതിനിധികളോ പറയാനുള്ളത്, ഇന്ത്യൻ ടീമിൽ കയറാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ കയറാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി സ്വപ്നം കൊണ്ടുകൊണ്ട് നാഷണൽസിന് പോകാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.